ഇത് ഡൂട്ടൻ്റെ 6 ഇഞ്ച് പൈപ്പിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന, നമുക്ക് ബാത്റൂമുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കിച്ചൻ്റെ അകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സോസ്റ്റ് ഫാനാണ് പറയുന്നത്. ആക്ച്വൽ ഫാനാണ്, ഹൈ സ്പീഡാണ് ഇത് പറയുന്നത്. 2 ഇയർ ഗ്യാരൻറ്റിയാണ് കമ്പനി ഇതിന് കൊടുക്കുന്നത്. ഡൂട്ടൻ്റെ നല്ല ബ്രാൻഡായിട്ടുള്ള നല്ലതാണ് ഡൂട്ടൻ്റെ എല്ലാ സാധനങ്ങളും. അതായത് ഡൂട്ടൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പ് ആൻഡ് ഡൗണും അതേപോലെ LED ഔട്ട്സൈഡ് LED-കളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോഴാണ് ഇതെടുക്കുന്നത്. 1560 രൂപയാണ് MRP വരുന്നത്. അത്രയൊന്നും ഇല്ല, നമുക്കൊരു 900, 800, 1000 ആ റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും. ഹൈ സ്പീഡ് ഫാനാണ് ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ABS മെറ്റീരിയൽ, ഫ്രണ്ട്, അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർ ബോക്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വെക്കാൻ പറ്റുന്ന 6 ഇഞ്ച് പൈപ്പിൻ്റെ അകത്താണ് നമുക്ക് വെക്കാൻ ഇത് എടുത്തേക്കുന്നത്. അതായത് നമ്മൾ കൺസീലിംഗ് സമയത്ത് തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ ഈ 6 ഇഞ്ച് പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന അതിൻ്റെ വാറൻറ്റി കാർഡാണ്, ഗ്യാരൻറ്റി കാർഡ് 2 ഇയർ ആണ്. അപ്പോൾ 3 ടൈപ്പാണ്, ആക്ച്വൽ ഫാൻ, എക്സോസ്റ്റ് ഫാൻ, അതേപോലെ വെൻറ്റിലേഷൻ ഫാൻ. അങ്ങനെ 3 ടൈപ്പ് ഫാനുകളാണ് ഡൂട്ടൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ആക്ച്വൽ ഫാനാണ്. അത് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്താണ്. ബാത്റൂമിൻ്റെ അകത്തെ ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫാനുകൾ കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പുറത്ത് കളയാൻ പറ്റും. അപ്പം ബാത്റൂം ഫ്രഷ് ആയിട്ട് ഇരിക്കും എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം തന്നെ. അതേപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും, അപ്പോൾ ഫാനുകളുടെ പ്രവർത്തന രീതിയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആ വാറൻറ്റി കാർഡിൻ്റെ അകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവർ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് നോക്കി നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ലൊരു പാക്കിങ്ങിലൊക്കെയാണ് അവർ ഈ ബോക്സിൻ്റെ അകത്ത് കൊടുത്തു വിട്ടേക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഈ സാധനം ഇതാണ് നമ്മുടെ ഫാന്. അപ്പോൾ ഇതിനൊരു കവറിങ് വരുന്നുണ്ട്, അതായത് ഔട്ട്സൈഡ് കവറിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ കവറിങ് വരുന്നത്. അതുപോലെ തന്നെ അവരുടെ കമ്പനിയുടെ എംബ്ലവും അതിൻ്റെ അകത്ത് തന്നെ അവർ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ക്ലിപ്പ് ടൈപ്പാണ് ഇതിൻ്റെ കവറിങ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, 2 സൈഡിൽ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ കാണുന്ന റൗണ്ട് ടൈപ്പാണ് നമുക്ക് ഈ 6 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തോട്ട് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് 6 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് അതിൻ്റെ ഔട്ട്സൈഡ് ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് സ്ക്രൂ അടിച്ച് വെക്കാം. അപ്പം 4 സ്ക്രൂകൾ വെച്ചാണ് നമുക്കിത് സെറ്റ് ചെയ്യുന്നത്. അതേപോലെ നല്ല ഹൈ സ്പീഡായിട്ടുള്ള ഫാനുമാണ്. അതേപോലെ 1 മീറ്റർ വയറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ 1 മീറ്റർ വയർ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി തന്നെ നമ്മൾ എക്സോസ്റ്റ് ഫാനുകൾക്ക് വേണ്ടി ലൈന് ബാത്റൂമിൽ ഇടുമ്പം അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് കണക്ഷൻ കൊടുക്കാനും നമുക്ക് സാധിക്കും. ബാത്റൂമിലുകളെ ബാഡ് സ്മെല്ലുകൾ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു പരിധിവരെ ഇതുകൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. പരിധിവരെ നല്ല നമുക്ക് മാക്സിമം വേണം, അങ്ങനെ വേണമെങ്കിലും കളയാം. അതേപോലെ 4 ഹോളുകൾ കൊടുത്തേക്കുന്നത് നമുക്ക് വാളിൻ്റെ അകത്ത് 4 സ്ക്രൂ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 6-ൻ്റെ ഫിഷർ വെച്ചിട്ട് 4 ഗ്രിപ്പ് ചെയ്ത് നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ 4 സൈഡിലും നമുക്ക് ഇതേപോലെ ഹോളുകൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ക്ലിപ്പിംഗ് ആണ്. അപ്പോൾ ഈ ക്ലിപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്കുണ്ട് ഇതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് ആ ഡോറ്, ആ നെറ്റ് വരുന്ന ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ അതിന് മോട്ടറും കാര്യങ്ങളുമാണ് ഈ കാണുന്നത്. തൊട്ട് ഫ്രണ്ടിൽ അതിൻ്റെ ലീഫും വരുന്നുണ്ട്. ഇത് ചെറിയൊരു മോട്ടറാണ്. അപ്പോൾ ചെറിയൊരു മോട്ടർ എന്ന് പറഞ്ഞാൽ പോലും നല്ല ഹൈ സ്പീഡിലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതേപോലെ ഇതിൻ്റെ സെറ്റിങ്ങും കൂടെ ഒന്ന് റിവ്യൂ കൂടെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സെറ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇതേപോലെ നമ്മുടെ ഒരു സ്പിരിറ്റ് ലെവൽ കൊണ്ട് നമ്മൾ ഈ വെച്ചേക്കുന്ന 6 ഇഞ്ച് പൈപ്പ് കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ കൺസീലിംഗ് സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു 6 ഇഞ്ച് പൈപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ വെച്ചതിൻ്റെ അകത്ത് നമ്മൾ മാർക്ക് ചെയ്ത് ഫാൻ വെച്ച് നമ്മൾ സ്പിരിറ്റ് ലെവൽ നോക്കി 4 ഹോളുകൾക്ക് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ട് 6mm ബിറ്റ് വെച്ചിട്ട് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് ഹോൾ അടിക്കുകയാണ്. അപ്പോൾ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് നമ്മൾ ഇതേപോലെ ഗ്രിപ്പും സ്ക്രൂവും തന്നെ നമ്മൾ വെക്കണം. ആണി അടിച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ആണി അടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ പ്ലേറ്റ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നേരത്തെ കട്ടിയേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത് ആണിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്രിപ്പും സ്ക്രൂവും വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. അപ്പം മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ലെവൽ നോക്കണം എന്നുള്ളതേ ഉള്ളൂ. സ്പിരിറ്റ് ലെവൽ കൊണ്ട് ലെവൽ നോക്കാം. അങ്ങനെ നമ്മൾ 4 ഗ്രിപ്പ് വെച്ച് കണ്ടോ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ 6 ഇഞ്ച് പൈപ്പിൻ്റെ അകത്ത് നമുക്ക് ഇത് ഇറക്കി വെക്കാൻ പറ്റും. ഇനി 4 സൈഡ് നമ്മൾ ബ്ലാക്ക് സ്ക്രൂ ആണ് കൊടുക്കുന്നത്, അതായത് ജിപ്സം സ്ക്രൂ ആണ്, ഡ്രൈവാളാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 1.25-ൻ്റെ സ്ക്രൂ ആണ് കൊടുക്കുന്നത്. ഇച്ചിരി ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ 1 ഇഞ്ച് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വലിയ ഓവർ ടൈറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളതിൻ്റെ കവറും കയറ്റിയിട്ട് ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ക്ലിപ്പ് ടൈപ്പ് നമ്മൾ മോഡുലർ ബോക്സിൻ്റെ പ്ലേറ്റ് ഇടുന്നതിൻ്റെ കൂട്ട് തന്നെയുള്ള സിമ്പിളായിട്ട് തന്നെ നമുക്ക് കയറിയിടാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ വയർ കണക്ഷൻ നമ്മൾ ഓൾറെഡി തന്നെ അവിടെ 2 കണക്ഷൻസ് കൊണ്ടിട്ടുണ്ട്. അതായത് ഫേസ് ന്യൂട്രൽ കണ്ടില്ലേ, ആ റൗണ്ട് ഷീറ്റിൻ്റെ അകത്ത് നമ്മൾ സ്ട്രിപ്പ് ബാർ കൊണ്ട് നമ്മൾ ഇട്ടേക്കുന്നുണ്ടല്ലേ, അതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ 2 വയറുകൾ കൊടുത്താൽ മാത്രം മതി. സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ചെയ്യാം, കിച്ചൻ്റെ അകത്തും ബെഡ്റൂമിൻ്റെ അകത്തും അതേപോലെ ബാത്റൂമിൻ്റെ അകത്തും യൂസ് ചെയ്യാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.